കേരള പത്രപ്രവർത്തക യൂണിയനും ഇക്കാര്യത്തിലുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വണ്ടൂരിൽ CPIM പ്രവർത്തകർ മീഡിയ വൺ മാനേജിംഗ് എഡിറ്ററുടെ കൈവെട്ടുമെന്ന തരത്തിൽ നടത്തിയ പ്രകോപന മുദ്രാവാക്യം വിളിയിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന കമ്മിറ്റി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. മാധ്യമ സ്വാതന്ത്ര്യത്തിനും പൗരാവകാശത്തിനും വേണ്ടി നിലകൊള്ളുന്നു എന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ ഇത്തരം അവകാശ ലംഘനങ്ങൾക്കും വെല്ലുവിളികൾക്കും പരസ്യമായി രംഗത്തിറങ്ങുന്നത് പ്രതിഷേധാർഹമാണ്. മാധ്യമങ്ങളുടെ നിലപാടുകളോട് വിയോജിക്കാനും അസത്യമുണ്ടെങ്കിൽ അത് തുറന്നു കാട്ടാനും ഒട്ടേറെ മാർഗങ്ങളുണ്ടെന്നിരിക്കെ മാധ്യമ പ്രവർത്തകനെ ശാരീരികമായി നേരിട്ടില്ലാതാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത് CPIM പോലെയുള്ള സംഘടനയ്ക്ക് ഒട്ടും ഭൂഷണമല്ല. വിമർശനങ്ങളുടെ പേരിൽ മീഡിയ വണ്ണിന് നേരെ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം നടത്തുന്നത് മീഡിയ വണ്ണിലെ ജീവനക്കാർക്കും ആശങ്കയുണ്ടാക്കുന്ന സംഭവമാണ്. പാർട്ടി നേതൃത്വം ഇത്തരം പ്രകോപനക്കാരെ നിയന്ത്രിക്കാൻ തിരുത്താനും തയ്യാറാകണം. പ്രകോപനപരമായി ഭീഷണി മുദ്രാവാക്യം വിളിച്ചവർക്കെതിരെ പോലീസ് നടപടിയെടുക്കണമെന്നും KUWJ സംസ്ഥാന പ്രസിഡന്റ് KP രജിയും ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാളും ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ CPIMന്റെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ട് പ്രകോപനക്കാരെ നിയന്ത്രിക്കണമെന്നാണ് കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് ആവശ്യപ്പെടുന്നത്. ഇനി പാർട്ടി നേതൃത്വത്തിന് ഇതിൽ നിന്ന് വിഭിന്നമായ നിലപാടുണ്ടോ എന്ന കാര്യത്തിൽ അവർ തന്നെയാണ് വ്യക്തത വരുത്തുകയും ചെയ്യേണ്ടത്. അതേസമയം അസ്ലം, എന്താണ് ഈ പ്രതിഷേധങ്ങൾക്കിടെയും പലതരത്തിലുള്ള പരിധിവിട്ട അല്ലെങ്കിൽ വൈകാരിക തീക്ഷ്ണ സ്വഭാവമുള്ള പ്രതികരണങ്ങൾ തുടരുകയാണോ? വർഗീയ തരത്തിലുള്ള പരാമർശങ്ങളും അതോടൊപ്പം തന്നെ അതല്ലെങ്കിൽ ആ രീതിയിലുള്ള പരാമർശങ്ങൾ, മാധ്യമ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ, വിമർശനങ്ങളൊക്കെ ഒരു ഘട്ടത്തിൽ തുടരുന്നുണ്ട്. അതേസമയം തന്നെയാണ് ഇതിനിടയ്ക്ക് അവിടെ നിന്ന് അങ്ങോട്ടൊരു പടി കൂടി കടന്നുകൊണ്ട് ഒരു കായികമായ ഒരു ഭീഷണി മുഴക്കുന്ന കൈവെട്ടുമെന്ന രീതിയിലുള്ള ഭീഷണി മുഴക്കുന്നതാണ് ഒരുപക്ഷെ കൂടുതൽ പ്രതിഷേധാർഹമായിട്ടുള്ളത്. ഒരുപക്ഷെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ അവരുടെ നയങ്ങളെ വിമർശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അതിനോട് വിയോജിപ്പുണ്ടാവാം. ആ എതിർപ്പുകൾ കൃത്യമായി തന്നെ അവർക്ക് അവരുടേതായ രീതിയിൽ അവരുടെ മാധ്യമങ്ങളിൽ, മറ്റു മാധ്യമങ്ങളിൽ, പൊതുയോഗങ്ങളിൽ, പ്രതിഷേധ പ്രകടനങ്ങളിലൂടെ അത്തരം കാര്യങ്ങളൊക്കെ ജനാധിപത്യ സമൂഹത്തിൽ പതിവുള്ളതാണ്. അത് അംഗീകരിക്കപ്പെടേണ്ട കാര്യമാണ്. ആ വിയോജിപ്പുകൾ മാധ്യമങ്ങൾക്ക് എങ്ങനെയാണോ രാഷ്ട്രീയ പാർട്ടികൾ വിയോജിപ്പുകൾ രേഖപ്പെടുത്താൻ കഴിയുന്നത്, അതേ രീതിയിലും അതിൻ്റെ ശക്തമായ ഭാഷയിൽ ഒരുപക്ഷെ രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട്. അവിടെ നിന്ന് കടന്ന് അത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരുടെ കൈവെട്ടുമെന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ കായികമായി തന്നെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് പ്രസിഡന്റ് സണ്ണി ജോസഫിനോടൊപ്പം ടെലിഫോണിൽ. സണ്ണി ജോസഫ്, ഈ ആക്രമണോത്സുക മുദ്രാവാക്യം വിളിയെ എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത്? അതേറെ പ്രതിഷേധാർഹമാണ്. ഭീഷണിയും കൊലവിളിയും നമുക്ക് ചേർന്നതല്ല, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് ചേർന്നതല്ല. ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ്. ഇതിപ്പോൾ വളരെ പ്രകടമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് ചെയ്തിട്ടുള്ളത്. അതിലെ കേസെടുത്ത് കുറ്റവാളികൾക്കെതിരെ നിയമ നടപടികളുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകണം. ഇത് ഭരണകക്ഷിയിൽപ്പെട്ട ആളുകളാണ് എന്നതിന്റെ പേരിൽ അതിന് സംരക്ഷണവും അതുപോലെ തന്നെ എല്ലാ തരത്തിലും പ്രോത്സാഹനവും നൽകുന്നത് തെറ്റാണ്. ഇത്തരം പ്രവണതകൾ മുളയിലെ തന്നെ നുള്ളിക്കളയേണ്ടതാണ്. വളരെ പ്രതിഷേധാർഹമാണ്. നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെടുക. ശരി, താങ്ക് യു സണ്ണി ജോസഫ്. വലിയ പ്രതിഷേധം പല മേഖലകളിൽ നിന്നായി ഉയർന്നു വരികയാണ്. ഇത്തരം ആക്രമണ സ്വഭാവമുള്ള മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും പ്രകോപന സ്വഭാവമുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യമാണ് പൊതുവെ ഉയർന്നു വരുന്നത്. അസ്ലം, ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ ഒരു തുടർച്ച കാണുന്നുണ്ടോന്നാണ്. അതെങ്ങനെയാണ് ഇനി CPM ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. കാരണം ഇതുവരെയുള്ള വെച്ചാൽ പ്രസ്താവനകൾ, അതോടൊപ്പം തന്നെ പരാമർശങ്ങൾ, വിമർശനങ്ങളായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു പടി കൂടി കടന്ന് വരികയും അതിനെതിരെ ശക്തമായ പ്രതിഷേധം. നമുക്കറിയാം, ഇപ്പോൾ തന്നെ നമ്മോട് സംസാരിച്ച ആൾക്കാരെല്ലാം തന്നെ ഉന്നയിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വിമർശനത്തിനെതിരെ ഈ കയ്യൂക്കിൻ്റെ ഭാഷയിലുള്ള അല്ലെങ്കിൽ ഭീഷണി മുഴക്കുന്നതിലേക്ക് പോകുന്നത് അത് മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരാണ്. അതൊരു ക്രിമിനൽ കുറ്റം കൂടിയാണ്. അതിൻ്റെ നടപടി വേണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു നടപടിയിലേക്ക് പോകുമ്പോൾ അത് CPM നേതൃത്വം അത് ഔദ്യോഗികമായി തന്നെ ആ രീതിയെ അംഗീകരിക്കുമോ അല്ലെങ്കിൽ അതിനെ തിരുത്തുമോ എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾ CPMന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കത് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. CPM സംസ്ഥാന അല്ലെങ്കിൽ ജില്ലാ നേതൃത്വങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സമീപനത്തിനെ കാണുന്നത് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും വിമർശനങ്ങൾ അവർ തുടരും. അതേസമയം ഇത്തരം രീതിയിലുള്ള ഒരു അല്ലെങ്കിൽ കായികമായ ഒരു ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു പ്രതികരണത്തിനെ സംസ്ഥാന നേതൃത്വം തന്നെ എങ്ങനെ കാണും, പ്രത്യേകിച്ച് മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടൊക്കെ നിലപാടുകളുള്ള ഒരു പാർട്ടി എങ്ങനെ കാണും എന്നുള്ളതാണ് നമ്മൾ ഇനി അറിയേണ്ടത്. ശരി, അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്ന് മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർക്കെതിരായ CPIMന്റെ ഭീഷണി മുദ്രാവാക്യം വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള അദ്ദേഹം സ്വന്തം വീഡിയോയിലൂടെ നടത്തിയിട്ടുള്ള ഒരു പരാമർശമാണ്. അത് വലിയ തോതിലുള്ള ആക്രമണ സ്വഭാവമുള്ള മുദ്രാവാക്യം വിളികളിലേക്കും പ്രകടനങ്ങളിലേക്കും CPM പ്രവർത്തകരെ എത്തിച്ചത് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ തേടുകയായിരുന്നു ഇപ്പോൾ.
സൂക്ഷിച്ചോ